അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയുടെ ഒന്നാമത്തെ പാഠമാണ് വിവരിക്കാൻ പോകുന്നത്. അൽ വഹദത്തുൽ ഊല. ഇത് ഒന്നാമത്തെ പാഠമാണ്. നമുക്ക് അതിലുള്ള ഭാഗങ്ങൾ നോക്കാം. അഷ്ഹറു അൽ വഹദത്തുൽ ഊല പഠിക്കാനുള്ളത് ഒന്നാമത്തെ മാസത്തിൽ അഥവാ ശവ്വാൽ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അദദുൽ ഫുസൂൽ 18. ഇനി പഠിക്കാനുള്ള ഭാഗം മിൻ അവ്വലി സൂറത്തിൽ ഫുർഖാൻ ഇല ആയത്തി 40 മിനശ്ശുഅറാ. ഫുർഖാൻ സൂറത്തിൻ്റെ തുടക്കം മുതൽ ശുഅറാ സൂറത്തിൻ്റെ 40 വരെയുള്ള ആയത്തുകളാണ് ശവ്വാൽ മാസത്തിൽ ഖുർആൻ പഠിക്കാനുള്ളത്. അതിന് ഹിഫ്ളിന് വേണ്ടി പഠിക്കാനുള്ള ഭാഗം മുറാജഅത്തുൻ ജമീ അസ്സുവരി ഫിസ്സഫി സാനി വസ്സാലിസ്. 2ാം ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ്സിൽ നിന്നും പഠിച്ച ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ ആവർത്തിച്ച് ഒന്ന് പഠിക്കാനുള്ളതാണ് ശവ്വാൽ മാസത്തിലുള്ളത്. അതിന് സൂറത്തുകളെക്കുറിച്ച് പരിചയപ്പെടാം. ശവ്വാൽ മാസത്തിൽ പഠിക്കാനുള്ള സൂറത്തുൽ ഫുർഖാൻ 77 ആയത്തുകളാണ്. അത് മുഴുവനുമായി പഠിക്കേണ്ടതുണ്ട്. സൂറത്തു ശുഅറാ 227 ആയത്തുകളാണ്. അതിൽ നിന്ന് 40 ആയത്തുകളാണ് ശവ്വാൽ മാസത്തിൽ പഠിക്കാനുള്ളത്. പാരായണം കേൾക്കാനുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള ഒരു നിയമമാണ് അഹ്കാമുൽ മീമി സാക്കിന. സുക്കൂനായ മീമിൻ്റെ വിധികൾ. സുക്കൂനായ മീമ് ഖുർആനിൽ വരുമ്പോൾ അതിന് പ്രത്യേക നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. സുക്കൂനായ മീമിൻ്റെ നിയമങ്ങളിൽ ഒരു നിയമമാണ് ഇദ്ഗാം, മറ്റൊരു നിയമമാണ് ഇഖ്ഫാ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഗുന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അഥവാ ഇദ്ഗാമുൻ ബിഗുന്നയാണ് നിയമം. സുക്കൂനായ മീമിന് ശേഷം ഒരു മീമ് വന്നാൽ രണ്ട് മീമിനെയും ലയിപ്പിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് മണിച്ച് ഓതണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. പിന്നെ അൽ ഇഖ്ഫാ, രണ്ടാമത്തെ നിയമമാണ് ഇഖ്ഫാ. സുക്കൂനുള്ള മീമിന് ശേഷം യാ വന്നാൽ, സുക്കൂനായ മീമിന് ശേഷം ബാ വന്നാൽ, സുക്കൂനായ മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. സുക്കൂനായ മീമിന് ശേഷം വരുന്ന ബാ, ഈ ബാ എന്ന അക്ഷരം വന്നാൽ അവിടെ നിയമം ഇഖ്ഫാ അഥവാ മറച്ച് മണിച്ച് ഓതുക എന്ന് പറയും. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, സുക്കൂനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇൽഹാർ അഥവാ വെളിവാക്കി ഓതുക എന്നുള്ളതാണ്. മൊത്തമായി 3 നിയമങ്ങളാണ് ഈ സുക്കൂനായ മീമിന് ഉള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇൽഹാറിനെ കുറിച്ച് അടുത്ത പാഠത്തിൽ കൂടുതലായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ഗാമും ഇഖ്ഫാവും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, സുക്കൂനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ അക്ഷരങ്ങളും നമുക്ക് നോക്കുക. ഇദ്ഗാമിൻ്റെ അക്ഷരമാണ് മീം, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് ബാ. സുക്കൂനായ മീമിന് ശേഷം മീമ് വരുമ്പോഴുണ്ടാകുന്ന ഉച്ചാരണവും അതിൻ്റെ നിയമങ്ങളും നമുക്ക് നോക്കാം. എന്നതിൻ്റെ ശേഷം മൻ വന്നാൽ
പ്ലസ് മൻ. അതിനെ ഓതേണ്ടത് അമ്മൻ അമ്മൻ. രണ്ട് മീമിനെയും ചേർത്ത് ഓതി മണിക്കുകയും ചെയ്തു. രണ്ടാമത് ഹും ബിഹി. സുക്കൂനായ മീമിൻ്റെ ശേഷം ബി ബാ വന്നാൽ, ഇവിടെ സുക്കൂനായ മീമിൻ്റെ ശേഷം ബിഹി എന്ന ബാ വന്നു. ഹും ബിഹി, ഹും പ്ലസ് ബിഹി. ഇതിനെ ഒന്നിച്ചോതുമ്പോൾ ഹും ബിഹി ഹും ബിഹി. ഇഖ്ഫാ ചെയ്ത് നമ്മൾ ഉച്ചരിച്ചു. ഇതാണ് അവിടെയുള്ള നിയമങ്ങൾ. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നപ്പോൾ ഇദ്ഗാം ചെയ്തു. സുക്കൂനായ മീമിന് ശേഷം ബാ വന്നപ്പോൾ ഇഖ്ഫാ ചെയ്തു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് സൂറത്തുൽ ഫുർഖാനിൽ നിന്ന് തന്നെ കണ്ടെത്തി നമുക്ക് 2 വീതം ഉദാഹരണങ്ങൾ ഇവിടെ എഴുതാനുണ്ട്. നമുക്ക് സുക്കൂനായ മീമിന് ശേഷം ബാ വന്നതിൻ്റെ ഉദാഹരണം ഇഖ്ഫാ എന്ന സ്ഥലത്തും, ഇദ്ഗാമിൻ്റെ സ്ഥലത്ത് സുക്കൂനായ മീമിന് ശേഷം മീമ് വന്ന അക്ഷരങ്ങളും ചേർന്ന ഉദാഹരണങ്ങളാണ് എഴുതേണ്ടത്. നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നുള്ള സ്ഥലത്ത് ഇവിടെ നമുക്ക് 4 വരിയിലുള്ള കോപ്പി രീതിയിലാണ് ഇവിടെ എഴുതേണ്ടത്. വമൻ യള്ളിം മിൻകും. ഇവിടെ സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അലൈഹിം മിനസ്സമാ. ഇവിടെ സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നു. ഇൻ കുൻതും മൂഖിനീൻ. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നതിൻ്റെ ഉദാഹരണമാണ്. ഫഖദ് കദ്ദബൂകും ബിമാ. സുക്കൂനായ മീമിന് ശേഷം ബാ വന്നു, അതിൻ്റെ ഉദാഹരണമാണ്. മിൻ അർളികും ബിസിഹ്രിഹി. മിൻ അർളികും ബിസിഹ്രിഹി. ഇവിടെയും സുക്കൂനായ മീമിന് ശേഷം ബാ വന്നു, അവിടെയും ഇഖ്ഫാ ആണ് നിയമം. മിൻ അർളികും ബിസിഹ്രിഹി. സുക്കൂനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാവും, സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും കൂടിയാണ് നിയമം. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ ഉദാഹരണങ്ങളിലുള്ള നിയമങ്ങൾ നോക്കാം. ചുവന്ന കളറിൽ നൽകിയ ഭാഗമാണ് അതിൻ്റെ നിയമങ്ങൾ വരുന്ന ഭാഗം. ഇന്നാ മഅകും മുസ്തമിഊൻ. ഇവിടെ സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നു, ഇദ്ഗാമാണ് നിയമം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നു. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഇവിടെ മീമിന് ശേഷം ബാ വന്നു, സുക്കൂനായ മീമിന് ശേഷം ബാ വന്നു, ഇഖ്ഫാ ആണ് നിയമം. ഹൽ അൻതും മുജ്തമിഊൻ. സുക്കൂനായ മീമിന് ശേഷം മീമ് വന്നു, നിയമം ഇദ്ഗാമാണ്. അപ്പോൾ ഇദ്ഗാം അതേപോലെ ഇഖ്ഫാ എന്നീ നിയമങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാർത്ഥനയും കൂടി, ദുആവും കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ദുആഉൽ ഖുർആൻ, ഖുർആനിലെ ഒരു ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും കൂടിയാണ്. വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെല്ലാം പോകും. ആ ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി
പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.